ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ 2-3 കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ടായി. ഹെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു ലോങ് വീഡിയോ ചെയ്യുമോ ആൻഡ് ഹെയർ കട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് ദറ്റ്. പിന്നെ ഇതൊരു ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടെൽ യു, ദിസ് ഇസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഹെയർ ആദ്യം എങ്ങനെയായിരുന്നു ഉള്ളതെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇതായിരുന്നു ഭയങ്കര ഫ്രിസി ഡ്രൈ ആയിരുന്നു. ഞാൻ കുറേ ഹോം റെമഡീസ് ട്രൈ ചെയ്തൊക്കെ നോ യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. 10th കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മുടിയുടെ അവസ്ഥ പരിതാപകരമായി. അപ്പം ഞാൻ വിചാരിച്ചു 10th കഴിഞ്ഞല്ലേ, ഇനിയിപ്പം ബൊട്ടോക്സ് ചെയ്യാൻ വിചാരിച്ചു. എന്നിരുത്തി എല്ലാവരോടും ഞാനിപ്പോൾ അത് ചെയ്യണം എന്നല്ല കേട്ടോ പറയുന്നത്. ഞാൻ 10th കഴിഞ്ഞപ്പോൾ ഞാൻ ബൊട്ടോക്സ് ചെയ്യാൻ പോയി. നമ്മളെ കാലിക്കറ്റ് നടക്കാവുള്ള വെഞ്ചുറ ബ്യൂട്ടി സലൂണിലേക്കാണ്. അവിടെ പോയിട്ട് ഞാൻ ബൊട്ടോക്സ് ചെയ്തു. ബൊട്ടോക്സ് ചെയ്യാൻ ഞാൻ എല്ലാവരോടും പറയുന്നില്ല, ബിക്കോസ് ബൊട്ടോക്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ എനിക്കത് അത്ര ഒരുപാട് കാലത്തേക്ക് ലാസ്റ്റ് ചെയ്ത മാതിരി തോന്നിയില്ല. പിന്നെ അത് ചെയ്തുകൊണ്ടാണോ ഹെയർ ഫോൾ ചോദിച്ചാൽ എനിക്ക് ഓൾറെഡി ആദ്യം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. പക്ഷേ ടു ബി ഹോണസ്റ്റ് അത് നല്ലതായിരുന്നു. എൻ്റെ ഹെയറിൽ ഇതായിരുന്നു റിസൾട്ട്. പക്ഷേ ശേഷം ഞാൻ പ്ലസ് ടു വരെ എനിക്ക് ഏകദേശം കിട്ടി. പക്ഷേ എന്നാലും +2 ആകുമ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ ഹെയർ കണ്ടീഷൻ ബാക്ക് ടു നോർമലായി. ഇറ്റ് ബിക്കെയിം സോ ഫ്രിസി, ഡ്രൈ ആയി. ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും നിൽക്കില്ല, അങ്ങനത്തെയൊക്കെ അവസ്ഥയായി. അത് കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു, +2 കഴിഞ്ഞപ്പോൾ ഞാനൊരു മാർച്ച് മെയ് ഏപ്രിലിൻ്റെ ഉള്ളിൽ, അതായത് പബ്ലിക് എക്സാം +2 പബ്ലിക് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ വെഞ്ചുറ ബ്യൂട്ടി സലൂണിൽ പോയിട്ട് ഞാൻ കെരാറ്റിൻ ചെയ്തു. അതാണ് നിങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇവിടുത്തെ ഹെയർ. ഇത് ഞാൻ ലാസ്റ്റ് ഇയർ 2024 കെരാറ്റിൻ ചെയ്തതാണ്. അതിപ്പോഴും എനിക്ക് ഇത്രയും കാലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലായിക്കോട്ടെ, അതിന് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം എൻ്റെ ഹെയർ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഈ കൊല്ലം ഒരു ഐ തിങ്ക് ജാനുവരി ഫെബ്രുവരി ടൈമിൽ ഞാൻ ഒന്നും കൂടി ക്രൗൺ ഏരിയയിൽ, അതായത് ഈ ബാങ്ക്സ് ഈ ക്രൗൺ ഏരിയയിൽ ഒന്നും കൂടി പോയി കെരാറ്റിൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മളെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ എന്തായാലും നമ്മൾ വേർപ്പ് തട്ടും. പിന്നെ ആണെങ്കിൽ സൺ എക്സ്പോഷർ ഭയങ്കരമായിട്ട് ഉണ്ടാകുമ്പോഴൊക്കെ ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ഡ്രൈ ആവാനും കേളി ആവാനും ഉള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ഹെയർ നോർമലി ഒരു വേവി കേളി ഹെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പുതുതായിട്ട് വരുന്ന ഹെയറും വലിയൊരു പണി ഇല്ലാണ്ട് തന്നെ വരുന്നുണ്ട്. അപ്പം അത് കാണാൻ ഇതിപ്പോൾ ഇന്ന് ഞാൻ മുടി സ്പാ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഒരു വെഞ്ചുറ ബ്യൂട്ടി സലൂണിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ ഇന്ന് ഞാൻ അവിടെ വിസിറ്റും കൂടി ചെയ്ത് ഐ ഷുഡ് സജസ്റ്റ് 2 പീപ്പിൾ ദിസ്, ബിക്കോസ് ഇത് അത്രയും അടിപൊളി ബ്യൂട്ടി സലൂണാണ്. ഭയങ്കര ഹൈഫൈ ആണെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാം അവിടെ. നല്ല അടിപൊളി ക്വാളിറ്റി പ്രൊഡക്ട്സ് വെച്ചിട്ട് അവർ ചെയ്യുക. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഞാനപ്പോൾ ഇന്ന് അവിടെ പോയി സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഉള്ളവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് നടക്കാവുള്ള വെഞ്ചുറ ബ്യൂട്ടി സലൂണിൽ. നിങ്ങൾക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഫേഷ്യൽ, അപ്പോൾ നിങ്ങൾ വെഞ്ചുറ ബ്യൂട്ടി സ്പാ ആൻഡ് സലൂണിൽ പോകാൻ എന്തായാലും. പിന്നെ എന്താ, നമുക്ക് അവിടുത്തെ കസ്റ്റമർ സർവീസും അത്രയും അടിപൊളിയാണ്. എന്നിട്ട് നിങ്ങൾ അറിയിക്കുക എങ്ങനെയായിരുന്നു നിങ്ങളെ എക്സ്പീരിയൻസ് എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റിലായിട്ട് നിങ്ങൾ അറിയിക്കുക. ഞാൻ എൻ്റെ ഒരു ജൂനിയറിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടീനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ ചെയ്ത ഹെയർ ട്രീറ്റ്മെൻറ്റ്. ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, അവൾ അതേപോലെ പോയി ചെയ്തു. ആൻഡ് ഷി വാസ് ഓൾസോ ഹാപ്പി. നിങ്ങൾ എന്തായാലും ചോദിച്ചതല്ലേ, അപ്പോൾ നിങ്ങളും പോയി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടോ. അപ്പം ഞാൻ എല്ലാവരും ഫോഴ്സ് ചെയ്യുക, പക്ഷെ എന്നാലും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ഹെയർ ഭയങ്കര ഫ്രിസി കേളി നിങ്ങൾക്ക് കൊണ്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതോടെ നിങ്ങളെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറും. ആൻഡ് നിങ്ങളെ ഹെയർ കുറച്ചും കൂടി സ്മൂത്ത് ആൻഡ് സിൽക്കി ആൻഡ് മാനേജബിൾ ആവും. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല നമ്മളെ ഹെയർ, അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് എത്തും. പിന്നെ എന്തൊക്കെ ഷാമ്പൂ ഉപയോഗിക്കണം, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുക, സിറം യൂസ് ചെയ്യുക. എന്തായാലും ഞാൻ പണ്ടൊന്നും കണ്ടീഷണർ ഉപയോഗിക്കാറില്ലായിരുന്നു. അതിൻ്റെ ഒരു പണിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഷാമ്പു ചെയ്യുമ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ റൂട്ടിൽ മാത്രമായിട്ട് ഷാമ്പു ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കണ്ടീഷണർ ഹെയർ ലെങ്ത്തിൽ കൊടുക്കുക. നല്ല അവർ പറഞ്ഞു തരും. ഞാൻ 2 പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചുതരാം. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതേ എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള വേറെ പ്രൊഡക്ട്സാണ് ഇത് ഐ തിങ്ക് 1000 റുപ്പീസിന് 3 കിട്ടും. 3 കൂടിയുള്ള കോംബോ ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ നമുക്കിത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ദിസ് വൺ വാസ് സജസ്റ്റഡ് ബൈ ദം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിട്ടുള്ളത് എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ.
ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് മുടി പോയി എന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് എൻ്റെ മുടി ആദ്യം കുറച്ച് പോകുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ എപ്പോഴും പോകുന്നുള്ളൂ. വലിയ ഇത് ചെയ്തുകൊണ്ട് ഭയങ്കരമായി പോയി എന്നൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്തതിന് ശേഷം എൻ്റെ ഫുൾ, നിങ്ങൾക്ക് എൻ്റെ പഴയും പുതിയ ഫോട്ടോ ഞാൻ കാണിച്ചത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, അയ്യോ ഇവളായിരുന്നു ഇതെന്ന്. അത് തന്നെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മളെ ഹെയർ, നമ്മൾ ചിലപ്പോൾ പറയാറില്ല ഈ ലിപ്സ്റ്റിക് ഇട്ടാൽ നമ്മളെ സ്കിൻ ടോൺ ഒന്നും കൂടി ബ്രൈറ്ററായി തോന്നും. അതേപോലെ തന്നെ നമ്മളെ ഹെയർ ഒന്നും മാറിക്കഴിഞ്ഞ് നമ്മളെ ലുക്കും നമ്മളെ എൻറ്റൈലി നമ്മൾ മാറും പെട്ടെന്ന്. സോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് വിസിറ്റ് വെഞ്ചുറ ബ്യൂട്ടി സലൂൺ. കാലിക്കറ്റ് നടക്കാവ് നമ്മളെ ബിസ്മീൻ്റെ അടുത്തുള്ള സിമാക്സ് ടവറിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് വെഞ്ചുറ ബ്യൂട്ടി പാർലർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സുനിജാൻറ്റി. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെയർ സ്പാ ചെയ്യാം. ഇതാണ് സംഗീത, ഇവരാണ് എനിക്ക് ബോട്ടോക്സും കെരാട്ടിനും ഒക്കെ ചെയ്ത് തന്നിട്ടുള്ളത്. സോ ഇന്ന് നമുക്ക് സ്പാ ചെയ്ത് നോക്കാം. നമുക്കുണ്ടാവും ചില ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ചില സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടപ്പെട്ടവർ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആവും. അങ്ങനെയുള്ളതാണ് ഞങ്ങൾ ഇവിടെ സുനിജാനീൻ്റെ അടുത്ത്. അമ്മ അവിടുന്ന് സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ നമ്മൾ നല്ലൊരു ഫ്രണ്ടായി സുനിജാൻറ്റി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി റെക്കമെൻഡ് ചെയ്യാം, ബിക്കോസ് നല്ലതാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ ഇപ്പോൾ പ്രോപ്പർ ഹെയർ കെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണ് എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. ഇതുവരെ ഓക്കെ, പക്ഷേ ഇതുവരെ ചെയ്യുമ്പോൾ എനിക്ക് ഇക്ലി ആവുമോ എന്താണെന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഹെയർ വാഷൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്പാ ക്രീം നമ്മളിടാൻ പോകും. അതിന് മുന്നേ അവരൊന്ന് കോംബ് ചെയ്യുന്നുണ്ട് ഹെയർ. ഇനി ഈ ക്രീം, അതായത് ഇതൊരു പ്രോട്ടീൻ കോട്ടിങ് പോലെയാണ് നമ്മൾ ഹെയറിന് കൊടുക്കുന്നത്. അപ്പോൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ഒരു സ്പാ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ സ്പാ ക്രീം ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇവരൊരു മസാജ് ഉണ്ട്, അതാണ് മെയിൻ മക്കളെ. ഇങ്ങനെ സ്ട്രെസ്ഫുള്ളായ ലൈഫിൽ നമുക്ക് ഒത്തിരി നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്പായൊക്കെ ചെയ്യണത് വളരെ നല്ലതായിരിക്കും. ബിക്കോസ് നമുക്ക് നല്ലൊരു മസാജ് ആയിരിക്കും, നല്ല റിലാക്സേഷൻ ഉണ്ടാവും ഇത് ചെയ്യുമ്പോൾ. തലയിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റും ഉണ്ടാവും. അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഇത് ഒരുപാട് സഹായിക്കും. നമ്മൾ ഹെയർ ഗ്രോത്ത്, പിന്നെ ഹെൽത്തി സ്കാൽപ്പ് കിട്ടാനും. അതും വേറൊരാൾ ചെയ്ത് തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു റിലാക്സേഷൻ ഉണ്ടാവും അല്ലേ. ഒരാൾ നമ്മളെ ഹെയർ ഇങ്ങനെ കെയർ ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ വാവ്, ഇറ്റ്സ് റിയലി അമേസിങ് അല്ലേ. നമ്മളെ ഡ്രൈനെസ്സും ഡാമേജും സ്പ്ലിറ്റൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഹെയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നെക്കും മസാജ് ചെയ്ത് തരും. ഇങ്ങനെ ഫോണൊക്കെ തല കുത്തനെ ഇരുന്ന് നോക്കി എൻ്റെ നെക്കൊക്കെ പണിയായി കിടക്കുന്ന നെക്കൊക്കെ അവർ നല്ല മസാജ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്രോക്സിമേറ്റ്ലി ഒരു 1 hour എടുക്കും. അപ്പോൾ അത് ഫുൾ വീഡിയോ ഞാനത് കാണിക്കുന്നില്ല. പിന്നെ നമ്മളെ ഷോൾഡറും കൈയൊക്കെ മസാജ് ചെയ്ത് തരും കേട്ടോ. അതിനുശേഷം തലയൊന്ന് സ്റ്റീം ചെയ്യിക്കും. എന്നിട്ട് ഈ സ്റ്റീം ചെയ്തത് ഒന്ന് കുറച്ച് നേരം കൂൾ ചെയ്തിട്ട് വീണ്ടും ഹെയർ വാഷ്. ആൻഡ് ഹിയർ കംസ് ദ ഫൈനൽ പാർട്ട്. ഇനി അവർ നമ്മളെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് തരും. ഇനി നിങ്ങൾ പറ, ഈ സ്പാ വർത്ത് അല്ലേ? ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക, അറിയിക്കുക. ആൻഡ് നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ. ദിസ് വിൽ ബി എ ബെസ്റ്റ് ഡിസിഷൻ ദാറ്റ് യു എവർ മെയ്ഡ്. ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Until next video, Avantika Savin signing off. Bye. Take care.